കാസർഗോഡ് കാറടുക്ക നാർളത്ത് ബോക്സൈറ്റ് ഖനനത്തിന് അനുമതിയായതോടെ ടെൻഡർ നടപടികളിലേക്ക് കടന്ന് സർക്കാർ. കാറടുക്ക സംരക്ഷിത വനമേഖലയിലെ 74.17 ഹെക്ടർ വനഭൂമി ഉൾപ്പെടെ 82.16 ഹെക്ടറിലാണ് ഖനനം നടത്തുക. സർവേ നടപടികൾ പൂർത്തിയായി അതിരടയാളം രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടന്നതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. സ്ഥലം അടയാളപ്പെടുത്തിയതിന് മീറ്ററുകൾക്കപ്പുറം ആൾതാമസമുള്ള വീടുകളും ഉന്നതികളുമുണ്ട്. കൂടാതെ ഒരു വാർഡിനെ രണ്ടായി മുറിക്കപ്പെടുന്ന സ്ഥിതിയുമുണ്ടാകും. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുഴിച്ചെടുക്കുമോ ജീവിതവും. ബോക്സൈറ്റും അലുമിനിയം ലാറ്ററൈറ്റും ഖനനം ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി പ്രദേശമാണിത്. അതിനുള്ള ടെൻഡർ നടപടികളും അന്തിമഘട്ടത്തിലാണ്. വനഭൂമിയിൽ മാത്രമാണ് ഖനനം എന്ന് പറയുമ്പോഴും അതിന്റെ അതിരടയാളങ്ങൾ വന്നിരിക്കുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയ്ക്ക് സമീപമാണ്. എന്നാൽ പദ്ധതി എന്തെന്നോ എങ്ങനെയെന്നോ സംബന്ധിച്ച് ഇവിടുത്തുകാർക്ക് യാതൊരു അറിവുമില്ല. അതിനാൽ ജനങ്ങൾ ഏറെ ആശങ്കയിലുമാണ്. ഒറ്റനോട്ടത്തിൽ നിറയെ കരിമ്പാറകളാണെന്ന് തോന്നിപ്പിക്കുന്ന പ്രദേശമാണെങ്കിലും കാസർഗോഡ് കാറടുക്കയിലെ നാർളം കല്ലളിക്കാൽ വനപ്രദേശം നാടിന്റെ ജലസംഭരണിയാണ്. ഫെബ്രുവരി വരെ ജലം കെട്ടിക്കിടക്കുന്ന 4ഓളം പള്ളങ്ങളുള്ള പ്രദേശം. അവിടെയാണ് 365 കോടി രൂപ മൂല്യമുള്ള 4.88 ദശലക്ഷം ടൺ സിമന്റ് ഗ്രേഡ് ബോക്സൈറ്റും അലുമിനിയം ലാറ്ററൈറ്റിന്റെയും നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായി പ്രധാന ധാതുക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഖനനം ചെയ്യുന്നതിനുള്ള ലേല നടപടികൾ ആരംഭിച്ചപ്പോൾ ആദ്യം ഖനനം ചെയ്തെടുക്കുക കാസർഗോഡ് കാറടുക്കയിൽ നാർളം ബ്ലോക്കിലെ ബോക്സൈറ്റും അലുമിനിയം ലാറ്ററൈറ്റുമായിരിക്കുമെന്ന് ഉറപ്പായി. 2018 മുതൽ ആരംഭിച്ച സർവേ നടപടികളുടെ തുടർച്ചയായി അതിരടയാളങ്ങൾ സ്ഥാപിച്ചു. നേരത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ പലതവണയായി എത്തുമ്പോഴും എന്താണ് നടത്തുന്നത് എന്നതിൽ നാട്ടുകാർക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഖനനത്തിലുള്ള നടപടികൾ മുന്നോട്ടു പോകുന്നു എന്ന വാർത്തകളിലൂടെയാണ് ഇവിടുത്തുകാർ കാര്യങ്ങൾ അറിയുന്നത്. പ്രദേശവാസികളോട് ഒരു തരത്തിലും ആശയവിനിമയം നടത്താതെയായിരുന്നു നടപടിക്രമങ്ങളെല്ലാം. 80 ഹെക്ടറോളം ജനവാസ കേന്ദ്രങ്ങളിൽ മനുഷ്യനെ വളരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ ബോക്സൈറ്റ് ഖനനം പോകുന്നതെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ജനവാസ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും ഉന്നതി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പെടുകയാണ്. ഒരു വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ വാർഡ്. ഈ നാടിലെ ഇപ്പോൾ ബോക്സൈറ്റ് ഖനനം നടന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ വെള്ളത്തിൻ്റെ സ്രോതസ് ഉൾപ്പെടെ നിലക്കും. താഴെത്തട്ടിൽ നിൽക്കുന്ന കൊട്ടംകുഴി ഉൾപ്പെടെയുള്ളവർക്കുള്ള വെള്ളം ഇതിലെ ഒഴുകിപ്പോയി താഴോട്ട് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലേക്കുള്ള വെള്ളം ഉൾപ്പെടെ ഉപയോഗിക്കും. അതിനപ്പുറത്തേക്ക് ഈ ഖനനവും സംസ്കരണവും ഇവിടെ നടന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. വാണിജ്യാടിസ്ഥാനത്തിൽ ഖനനം ചെയ്യാനുള്ള അളവിൽ ധാതുക്കളുടെ സാന്നിധ്യം ജില്ലയിൽ ഒന്നിലധികം ബ്ലോക്കുകളിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളും കാറടുക്ക വനമേഖലയിലായതിനാലാണ് നാർളം ബ്ലോക്ക് ആദ്യം ലേലം ചെയ്യാനുള്ള തീരുമാനമുണ്ടായത്. G2 നിലവാരത്തിലുള്ള പര്യവേക്ഷണം പൂർത്തിയായ ഇവിടെ ശരാശരി 6.31 മീറ്റർ ഖനത്തിലാണ് ധാതു സാന്നിധ്യമുള്ളത്. ഖനനം വന്നാൽ തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് പ്രായമായവർ ഉൾപ്പെടെ ചോദിക്കുന്നു. ജീവിക്കാൻ പറ്റില്ല, വയസ്സം പ്രായമായിപ്പോയി, വീണ്ടെടുത്തായി പോയി പൊടി പാറിയാൽ ബതിക്കാൻ പറ്റില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മോൻ വരുമ്പോൾ രാത്രിയാകും. ഈ കൂറ്റി കേൾക്കുമ്പോൾ നമുക്ക് കാട്ടും പണിയെന്ന് കല്ല് കൊത്തുമ്പോൾ കൂറ്റിക്കുമ്പോൾ നെട്ടും പിണ്ടും പാന്ന് നെഞ്ഞിന്ന് ഇത് പിന്നെ കൂറ്റിയിട്ടാകുമ്പോൾ ബതിക്കാൻ പറ്റുമോ? ബതിക്കണമെന്നില്ല ആശയില്ല, എന്നാലും 2 കൊല്ലം ബതിക്കാന്ന് മനസ്സ്. നാർളം ബ്ലോക്കിന് താഴ്ഭാഗത്തായി കൊട്ടംകുഴിയിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത വനമേഖലയിലെ പാത ഉൾപ്പെടെ കീറിമുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഖനനത്തിനുള്ള അതിരുകൾ സ്ഥാപിച്ചത്. വഴി നടക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയും ഇവിടുത്തുകാർക്കുണ്ട്. 100 മീറ്റർ അകലെയാണ് വേണ്ടതെന്ന് ഫോറസ്റ്റിലാണ് നടക്കുന്നത്. എന്നാലും അതിന് തൊട്ടെല്ലാം വീടുകളാണുള്ളത്. ഏകദേശം നമ്മളെ 13-ാം മൈൽ തൊട്ട് കല്ലണിക്കാർ, കൊട്ടംകുഴി, അതുപോലെ പാണൂർ എല്ലാ മേഖലയും ബാധിക്കുന്നുണ്ട്. ജനങ്ങളാകെ ആശങ്കയിലാണ്. നേരത്തെ കാസർഗോഡ് കടലാടിപ്പാറയിൽ ബോക്സൈറ്റ് ഖനനത്തിന് നീക്കം നടത്തിയപ്പോൾ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ചെറുത്തിരുന്നു. സമാന രീതിയിൽ ഇവിടെയും ജനകീയ സമരസമിതി രൂപവത്കരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഒരു വ്യാവസായിക പദ്ധതി വരുമ്പോൾ ആ പദ്ധതി പ്രദേശം സംബന്ധിച്ച് കൃത്യമായ പാരിസ്ഥിതിക പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇവിടെ അതുണ്ടായിട്ടില്ലെന്ന് ഈ നാട്ടുകാർ പറയുന്നു. കുടിവെള്ള സ്രോതസ്സുകൾ ഇല്ലാതാകുമോ എന്നും കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമോ എന്നും ആശങ്കപ്പെടുന്നവരും ഏറെയാണ്. ജനങ്ങളുടെ ഈ ആശങ്ക പരിഹരിക്കാനാണ് അധികൃതർ ശ്രമിക്കേണ്ടത്. കാറടുക്കയിൽ നിന്നും ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. റസാഖ് അബ്ദുൾ റസാഖ് പറയുന്നു, സർക്കാർ വരുമാനം കിട്ടണമെങ്കിൽ ഇതുപോലെ ഖനനങ്ങളെല്ലാം നടത്തണം, അതിൽ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. സദാശിവൻ പിള്ള പറയുന്നു, നോ ലിവിങ് സ്പേസ് ഫോർ ഹ്യൂമൻസ് എന്ന്. സൈദലവി KP പറയുന്നുണ്ട്, അവിടെയുമുണ്ടോ മഞ്ഞക്കുറ്റി എന്ന കാര്യം.
അതുപോലെ നിരവധി പ്രേക്ഷകർ. മോഹനൻ പിലാത്തറ പറയുന്നു, ഖനനം നടത്തുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണ്ടേ? ജനവാസ മേഖലകളിൽ ഇത് ശാശ്വതമോ? ഒന്നുകിൽ ആ പ്രദേശത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. ഒഴിച്ചുകൂടാൻ പറ്റാത്ത പദ്ധതിയാണെങ്കിൽ ആലോചിച്ച് പരിഹാരം കാണണം എന്ന് പറയുന്നുണ്ട്. ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രകൃതിയുടെ വരദാനമാണ് ഇത്തരം ധാതുക്കൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് നാടുകൾക്ക് അവിടെ എണ്ണ ഖനനം നടത്തുന്നത് പോലെ അനുവദിക്കണമെന്നൊക്കെയുള്ള അഭിപ്രായം, ഇത്തരം ധാതു ഖനനങ്ങളൊക്കെ അനുവദിക്കണമെന്ന അഭിപ്രായം ചിലരൊക്കെ ഉയർത്താറുണ്ട്. പക്ഷേ ഇന്നാട്ടിലും പല സ്ഥലങ്ങളിലും മനുഷ്യജീവനുകളുണ്ട്, അവിടെ ജലാശയങ്ങളുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം ഓർമ്മ വയ്ക്കേണ്ടതുണ്ട്. ഈ ഖനനത്തിന് എതിര് എന്ന് നമുക്ക് പറയാനാവില്ല എതിർവാദങ്ങളെ. പക്ഷേ അത് വേണ്ട വിധത്തിലുള്ള പരിസ്ഥിതി ആഘാത പഠനം നടത്തിക്കൊണ്ടായിരിക്കണം ഇത്തരം പദ്ധതികൾക്ക് അനുമതി നൽകേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.